പുസ്തകം ബുക്ക് ഓഫ് ലെമന്റേഷൻസ് ചാപ്റ്റർ 5 അധ്യായം അതിൻ്റെ 21 വാക്യം, ചാപ്റ്റർ 5 വേഴ്സ് 21 ഒന്ന് വായിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായം 21 വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ. തീർന്നില്ല. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നമ്മുടെ ഉപവാസം എല്ലാ സഭകളിലും ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസത്തോടെ പുതുവർഷത്തിലേക്ക് കയറുന്ന കുടുംബങ്ങളുണ്ട്. ഉപവാസത്തോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സഭയായി പുതുവർഷത്തിലേക്ക് കയറുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ നല്ലതാണെങ്കിലും നമ്മുടെ മനസ്സ് ദൈവം അറിയുന്നു കേട്ടോ. നമ്മുടെ മനസ്സ് ദൈവം അറിയുന്നു. ഇരമ്യാവ് ഈ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ ആരാണെന്നുള്ളത് വ്യക്തമല്ലെങ്കിലും ആ ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. കാരണം തകർന്ന് കിടക്കുന്ന യെരുശലേമിനെ ബാബിലോണിയർ യെരുശലേം തകർത്ത് കിടത്തിയിരിക്കുകയാണ്. ഒന്ന് പൊങ്ങി വരാൻ പറ്റാത്ത നിലകളിൽ ഭാരത്തോടെ വേദനയോടെ ആയിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദൻ, കരയുന്ന ഒരു യഹൂദൻ അടങ്ങിയിരുന്നില്ല. അവൻ നെടുമ്പാട് വീണ് കരയുവാൻ തുടങ്ങി. കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇരമ്യാവ് തകർന്നു കിടക്കുന്ന യെരുശലേമിനെ നോക്കി കണ്ണ് നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുക, അപ്പാ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നീ ഞങ്ങൾക്ക് ഇനിയും വരുത്തുമോ? ജീവിതത്തിൽ തകർന്ന ചില മേഖലകളിൽ, ജീവിതത്തിൽ ഹല്ലേലൂയ ഉയർന്നു വരാൻ പറ്റാത്ത ചില മേഖലകളിൽ, എന്നേക്കുമായി ശത്രു നിന്നെ തകർത്ത് കളഞ്ഞ ചില മേഖലകളിൽ ഈ 2024 അവസാന നിമിഷങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമേ, നമുക്കൊന്നേ പറയാനുള്ളൂ. ദൈവമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ എൻ്റെ പ്രാണനാഥ നിനക്ക് കഴിയത്തില്ലയോ? ഇന്ന് പകൽ നമുക്ക് ഉറയ്ക്കണം. നമ്മൾ ചുരുക്കം പേരെ ഇന്ന് പകൽ ഇവിടെ ഉള്ളല്ലോ. ഇരമ്യാ പ്രവാചകൻ കരയുന്നത് കണ്ടോ? യെരുശലേമിൻ്റെ ഓരോ മണ്ണ് കയ്യിലേക്ക് എടുത്തു, ഇടിഞ്ഞു കിടക്കുന്ന കട്ടകൾ കയ്യിലേക്ക് ഇടുന്നു, പൊളിഞ്ഞു കിടക്കുന്ന സിമെന്റ് പാളികൾ കയ്യിലേക്ക് എടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശത്തെ പല പല കാര്യങ്ങൾ കയ്യിലേക്ക് എടുത്തു അവൻ കണ്ണുനീരോടെ ചോദിക്കുകയാണ്, ഞങ്ങൾ പണ്ടത്തെ നാളുകളെ പോലെ ഒരു നല്ല കാലം. നമ്മളൊക്കെ ഉപവസിക്കുന്നത് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമല്ലേ, ദൈവമേ, രക്ഷിക്കപ്പെട്ട സമയത്തെ ആ സന്തോഷം, സ്നാനപ്പെട്ട സമയത്തെ ആ സന്തോഷം. അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ, സ്തോത്രം, കുടുംബക്കാർ, കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് നടന്നു പോകുന്ന ആ സന്തോഷിക്കപ്പെട്ട നിമിഷങ്ങളൊക്കെ ഇന്നും ഞാനും നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നൊരു വാക്കല്ല, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ. 3 കാര്യങ്ങൾ ഇന്ന് പകൽ ആ ഭാഗത്തു നിന്ന് ചിന്തിച്ച് താണിരുപ്പാൻ ആഗ്രഹിക്കുക. റീസ്റ്റോർ, റിട്ടേൺ, റിന്യൂ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാ, എന്നെ ഒന്ന് പുതുക്കണമേ, റീസ്റ്റോർ ചെയ്യണമേ. 2, എന്നെ ഒന്ന് റിട്ടേൺ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. 3, എന്നെ ഒന്ന് റിന്യൂ ചെയ്യണമേ. പണ്ടത്തെ പോലൊരു അനുഭവം. ഞങ്ങളൊക്കെ ബൈബിൾ സെമിനാരിയിൽ പഠിച്ചിറങ്ങിയ സമയത്തെ ഉത്സാഹങ്ങളൊക്കെ, സ്തോത്രം, പലതും കുറഞ്ഞു വന്നു. പിന്നീട് ഇടയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ഒരു കാര്യം പിടികിട്ടി, മടങ്ങി വന്നില്ലെങ്കിൽ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവം വീണ്ടും മടക്കി കൊണ്ടുവന്നു. വചനം പഠിക്കുന്നവരും ദൈവമക്കളും എല്ലാം എപ്പോഴും മടങ്ങി വരണമെന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾ സൂട്ടബിൾ ആണെങ്കിൽ നമ്മൾ മടങ്ങി വരികയില്ല. നമ്മുടെ സാധ്യതകൾ അനുകൂലമാണെങ്കിൽ നമ്മൾ മടങ്ങി വരികയില്ല. ഇരമ്യാവ് പറയുക, എൻ്റെ സാഹചര്യങ്ങൾ സൂട്ടബിൾ അല്ല, എൻ്റെ അനുഭവങ്ങൾ സൂട്ടബിൾ അല്ല, എനിക്ക് ഒന്നേ ഉള്ളൂ, കരയാൻ മറ്റാരുമില്ല. സ്തോത്രം, ബാബിലോണ്യക്കാർ ഹല്ലേലൂയ അവർ നെടുകയും കുറുകയും നിറന്ന് യെരുശലേമിലെ അറത്ത് താഴെ ഇട്ടിരിക്കുമ്പോൾ യെരുശലേമിലെ കൽക്കൂമ്പാരത്തിന് മുൻപിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന പ്രവാചകൻ വിളിച്ചു പറയുക, പണ്ടത്തെ പോലൊരു കാലം. ഇന്ന് പകൽ നമുക്കത് ഉറയ്ക്കാൻ കഴിയണം. വിശ്വാസ ജീവിതത്തിൽ നിന്നെ കരുതുവാൻ ആരുമില്ലെങ്കിലും ഇതിൻ്റെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ഇതൊരു 5 കവിതകൾ അടങ്ങിയിരിക്കുന്ന 5 അധ്യായങ്ങളാണ് ഈ ഇരമ്യാ പുസ്തകത്തിൽ, ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. 5 പോയം, 5 കവിതകൾ, വിലാപങ്ങൾ. ഈ വിലാപങ്ങൾ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇരമ്യാവിൻ്റെ കണ്ണുനീര് കൊണ്ടാണ്. ഇരമ്യാവ് കൊണ്ടാണ് വിലാപങ്ങൾ എന്നുള്ള പേര് തന്നെ
ഈ പുസ്തകത്തിന് വീഴാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ കരയുന്നവരാ, നമ്മളൊക്കെ വിലപിക്കുന്നവരെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ നീ വിലപിക്കുന്നവനാണെന്നും നീ കരയുന്നവനാണെന്നും പറയുമ്പോൾ നമുക്കൊരു ലജ്ജാകരമായ അവസ്ഥ തോന്നാറില്ലേ? ഇവിടെ കണ്ടോ, ഇരമ്യാവ് അഭിമാനിക്കുകയാണ്. ഇരമ്യാവിൻ്റെ പേരിനർത്ഥം കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്ന് വെച്ചാൽ, ഇരമ്യാവിൻ്റെ പേരിനർത്ഥം മറ്റുള്ളവർ നമ്മളെ കണ്ട് എന്തു വിധിക്കുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവർ നമുക്കെതിരെ എന്തു പറയുന്നു എന്നുള്ളതല്ല. ഇരമ്യാവ് കരയാൻ കാരണം എന്നാണെന്നറിയാമോ? ഒരിക്കൽ അടിമത്തത്തിൽ കിടന്ന സമയത്ത് അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അടിമത്തത്തിൽ കിടന്നവർ വലിച്ചെറിഞ്ഞു. എന്നാൽ അവന് പൊങ്ങി വരാൻ പറ്റാത്ത നിലകളിൽ അവൻ ആ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച സമയത്ത് ദൈവം ഒരു കയറിറക്കി കൊടുത്തു. സ്തോത്രം. കയറിറക്കി കൊടുത്ത് അതിലേക്ക് തുണിക്കഷ്ണങ്ങൾ പൊതിഞ്ഞു കെട്ടി. എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരത്തിന് വേദന ഉണ്ടാകാതെ അവനെ ആ കിണറ്റിൽ നിന്ന് എൻ്റെ ദൈവം കരകയറ്റിയവൻ. ഇരമ്യാവിന് പിന്നെ കരയാതിരിപ്പാൻ പറ്റുമോ? നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ കരപറ്റി വന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഓർത്തോണം. മറ്റുള്ളവർ നിന്നെ തകർത്ത് കളഞ്ഞ മേഖലകളിൽ, മറ്റുള്ളവർ നിന്നെ വിടക്കം തണ്ണിയ ചില മേഖലകളിൽ, പൊങ്ങി വരാൻ പറ്റാതെ ഭാരപ്പെട്ട ചില മേഖലകളിൽ ഇരമ്യാവ് കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് പറയുക, ബാബിലോന്യരെ നോക്കിക്കൊണ്ടും യെരൂശലേമിനെ നോക്കിക്കൊണ്ടും അതിന്റെ മധ്യത്തിലിരുന്നുകൊണ്ട് അവൻ അലറിക്കറിയുകയോ, ഞങ്ങളുടെ പണ്ടത്തെ നാളുകളെ പോലെ ഒരു നല്ല മടങ്ങി വരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാ. ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, മകനെ, ദൈവസഭ ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം. അതല്ലേ നമുക്ക് ആവശ്യം, അതിനല്ലേ നമ്മൾ ഉപവസിക്കുന്നത്. ഉപവസിക്കുന്ന നല്ലത്, ആഹാര പദാർത്ഥങ്ങൾ മേടിച്ചിരിക്കുന്നത് നല്ലത്. ചുരുക്കം പേരെ ഇന്ന് പകൽ ഇവിടെ ഉള്ളൂ എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും എൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് കയറുക. ഇസ്രായേലിന് യെരൂശലേമിൽ സംഭവിച്ച ഭയങ്കരമായ ദുരന്തങ്ങളെ, കഷ്ടതകളെ മുൻനിർത്തിക്കൊണ്ട് കരയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കയറാം. ഒന്നാമത്തെ വാക്യത്തിൽ കണ്ടോ, ദൈവത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നത് നമുക്കൊന്ന് കാണുവാൻ കഴിയും. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ തന്നെ 5-ന്റെ 1-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കും എന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. കണ്ടോ, ഇവിടെ ദൈവത്തിൻ്റെ ശ്രദ്ധ ഇരമ്യാവ് ശ്രദ്ധ പിടിച്ചു പറ്റുക. കണ്ടോ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന എന്ത് ചെയ്യണം? നീ ഓർക്കണം. ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. കണ്ടോ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നതായി മാറണം. അതല്ലേ നമ്മുടെ ഉപവാസത്തിൻ്റെ അർത്ഥം. ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, രാത്രി 9:30 തൊട്ട് 11:45 വരെ. ഞാൻ ആ സമയത്ത് വചനം ശുശ്രൂഷിച്ചപ്പോഴും എനിക്ക് പറയാൻ പറ്റിയ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതായി മാറണം. ഇരമ്യാവ് കരഞ്ഞുകൊണ്ട് പറയുക, ദൈവമേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് നീ ഓർക്കണം. 2, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്നയെ നീ ഓർക്കണമേ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, നിതീഷ് പേർ കുടുംബം, കുഞ്ഞോളാൻറ്റി, വാത്സല്യ ദൈവദാസൻ, നമ്മൾ കുടുംബം, നമ്മൾ ഒരുമിച്ചൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ദൈവത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നതായി മാറണം. ഇതായിരുന്നു വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്നാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം തിരിയുന്നുണ്ടോ എന്നുള്ളതാ ഇന്ന് പകൽ പരിശോധിക്കാം. ഇന്ന് പകൽ ദൈവം അതാ എന്നിൽ നിന്ന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ ദൈവത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായി തിരിക്കുക. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, വേഴ്സ് 5, 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും, ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തുവരെ എത്തിയിരിക്കുക, ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഓർത്തു പോകണം, സാധാരണ ഒരു പ്രശ്നമല്ല. സാധാരണ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. എന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴുത്തുവരെ വന്ന് നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ മാറണമെങ്കിൽ എൻ്റെ പ്രാണനാഥൻ്റെ ശ്രദ്ധ തിരിക്കാതെ പറ്റത്തില്ല കേട്ടോ. കാലുവരെയൊക്കെ വന്നാൽ നമുക്ക് സഹിക്കാം, കാരണം എന്നാ, മുട്ടുമേലൊക്കെ ഇരിക്കുമ്പോൾ അതങ്ങ് മറുപടി ഉറപ്പാണ്. പക്ഷേ അരയുടെ മുകളിലോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് വന്നു, ഷോൾഡറിൻ്റെ മുകളിൽ വന്ന ചില വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ